മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്ന അനുഭവമാണ് മാനസാന്തരം. ആ മാനസാന്തരത്തിൽ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ അടിസ്ഥാന ഉപദേശത്തിന്റെ പ്രമാണങ്ങൾ തുടർന്ന് പാലിക്കുവാനായിട്ട് കഴിയുള്ളൂ. ഞാനൊരു ഭാവിയാണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കി ദൈവത്തിലേക്ക് ഞാൻ മടങ്ങി വരേണ്ടത് ആവശ്യകതയാണെന്ന് താൻ മനസ്സിലാക്കുമ്പോഴാണ് താൻ എന്തായിത്തീരുന്നത് രക്ഷയുടെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. മാനസാന്തര അനുഭവത്തിൽ തന്നെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. വീട്ടുജനം, നീതീകരണം, പാപമോചനം, രക്ഷ, വിശുദ്ധീകരണം, വീണ്ടെടുപ്പ്, ഇതെല്ലാം മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ മാനസാന്തരപ്പെട്ട വ്യക്തി അടുത്തതായി ചെയ്യേണ്ടതായ അടുത്ത പടി എന്ന് പറയുന്നത് ആ വ്യക്തി സ്നാനപ്പെടുവാനായിട്ട് എന്തിനാണ് സ്നാനം എന്ന് നമുക്കറിയാം. കർത്താവിനോട് കൂടെ ചേരുന്ന ഒരു അനുഭവമാണ്. പാപത്തെ ഉപേക്ഷിച്ചിട്ട് തന്റെ പാപ പ്രകൃതികളെല്ലാം ഉപേക്ഷിച്ചിട്ട് തന്റെ ജീവിതത്തെ പൂർണ്ണമായി മരിപ്പിക്കുന്ന അനുഭവം. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് പുതിയ സൃഷ്ടിയായി ജീവിക്കുന്ന അനുഭവത്തിൽ ആണ് സ്നാനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ മാനസാന്തരപ്പെട്ട വ്യക്തി സ്നാനപ്പെട്ട് ദൈവസഭയുടെ അംഗമായി തീരുന്ന അനുഭവത്തെയാണ് നമുക്ക് ആ സ്നാനം കൊണ്ട് കാണുവാനായിട്ട് പറ്റുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാതെയാണ് പലരും മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസഭകളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമുക്കറിയാം ദൈവസഭയിൽ കാണപ്പെടുന്നതായ വ്യക്തികളെ കുറിച്ച് കാണുവാൻ കഴിയുന്നത് മൂന്ന് തരമായിരിക്കുന്ന വ്യക്തികളാണ് ദൈവസഭയിൽ കാണുവാനിടത്തുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് പ്രാകൃതൻ, മറ്റൊന്ന് ഗണീയൻ, മറ്റൊന്ന് ആത്മീയൻ. എന്താണ് പ്രാകൃത സ്വഭാവം? പ്രാകൃത സ്വഭാവം എന്ന് പറയുന്നത് ദൈവമില്ലാത്തതായ മനുഷ്യൻ മാതാവ് പോകുന്നത് കൊണ്ട്, പിതാവ് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ പോകുന്നത് കൊണ്ട്, ഭർത്താവ് പോകുന്നത് കൊണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകൃത സ്വഭാവത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ പള്ളിയിലുമുണ്ട്. ലോകത്തിലുമുള്ള ഒരനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരെ പള്ളിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്താണ് ജഡികളെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്? താൻ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്, പക്ഷെ ലോകവും വേണം, ദൈവം വേണം എന്നുള്ളതായ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തെയും അതുപോലെ ലോകത്തെയും ഒരുപോലെ ചേർത്തിണക്കിക്കൊണ്ട് ദൈവസഭയിൽ ലോകത്തെ കൊണ്ടുവരികയും അതുപോലെ തന്നെ ലോകത്തെ ദൈവസഭയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന മനുഷ്യൻ, ജഡികമായിരിക്കുന്ന മനുഷ്യൻ. അങ്ങനെ പ്രാകൃത മനുഷ്യൻ, ജഡിക മനുഷ്യൻ, ഇങ്ങനെ രണ്ടു തരമായിരിക്കുന്ന മനുഷ്യൻ. മറ്റൊരു മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ അവരുടെ ചിന്തകൾ എപ്പോഴും ഉയരത്തിലുള്ളതായിരിക്കും, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരിക്കും. മാത്രമല്ല തന്നെ രക്ഷിച്ച, വീണ്ടെടുത്ത തന്റെ ദൗത്യത്തെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും. മാത്രമല്ല വരുവാൻ പോകുന്ന നിത്യതയെ കുറിച്ചായിരിക്കും അവന്റെ ചിന്ത മുഴുവൻ. അപ്പോൾ പ്രാകൃത മനുഷ്യൻ, ജഡീക മനുഷ്യൻ, അപ്പോൾ തന്നെ ആത്മീയ മനുഷ്യൻ, ഇങ്ങനെ മൂന്ന് തരമായിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് നിറയപ്പെട്ടിരിക്കുന്ന ദൈവസഭയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിന്റെ നടുവിൽ ദൈവ പൈതലെ കുറിച്ച് ദൈവ പൈതൽ ആരാണെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയുവാനായിട്ട് കഴിയും? ആ ദൈവത്തിന്റെ പൈതൽ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ സാക്ഷാൽ എന്റെ ശിഷ്യന്മാരായി തീരുവാനായിട്ട്. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ അവിടെ കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം കർത്താവിന് മക്കളുണ്ട്, പ്രിയ മക്കളുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് ആരൊക്കെയുണ്ട്? മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ഇന്ന് രാത്രി നമുക്കറിയാം നമ്മുടെ ഗവൺമെന്റ്, ഇപ്പോഴത്തെ നമ്മുടെ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് ഇപ്പോൾ സ്ത്രീകൾക്കെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സൗജന്യ യാത്ര നൽകി കൊടുത്തിട്ടുണ്ട്. സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര നൽകി കൊടുത്തിട്ടുണ്ട്. വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും അതിന് പ്രതിഷേധം അറിയിക്കുന്നവരുണ്ട്. ഞങ്ങൾക്ക് ഈ ബസ് പോരാന്നോ, യേശു ബസ് തന്നെ വേണം, ഞങ്ങൾക്ക് ദൂരദേശത്തൊക്കെ ഇറങ്ങി പോകണമെന്നൊക്കെ ഉള്ള ചിന്തയിൽ കൂടിയാണ് പലരും ആയിരിക്കുന്നത്. ബസ്സിൽ കയറുമ്പോൾ ചില ബസ്സുകളെ, അതായത് ആ ബസ്സിന്റെ പേരറിയാമോ? പ്രിയദർശിനി. എല്ലാവർക്കും അറിയാം. പ്രിയദർശിനി എന്ന ബസ് അതിൽ കയറുമ്പോൾ പുരുഷന്മാരും അതിൽ കയറും. അതിൽ കയറുമ്പോൾ അവിടെ നമുക്കൊരു കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അത് ഒരു മുഖവശമില്ലയോ, ഗവൺമെന്റിന് ഒരു മുഖവശമില്ലയോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പറഞ്ഞാൽ പുരുഷന്മാർക്ക് ടിക്കറ്റ് എടുക്കണം, സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കണം. ഒരു വീട്ടിൽ രണ്ടുപേരുണ്ടെങ്കിൽ ഒരു മാതാവിനും പിതാവിനും രണ്ട് മക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് ഫ്രീയും മറ്റൊരാൾക്ക് ഫ്രീ കൊടുക്കാതെ ഇരിക്കുമ്പോൾ ആ വീട്ടിലുള്ള വ്യക്തികൾക്ക് എന്ത് ദുഃഖമുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഗവൺമെന്റ് അത് അവർക്ക് ഈ ഇതിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരൊരു പ്രസ്താവന നടത്തിയിരുന്നു. ഞങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കും, മാത്രമല്ല സൗജന്യമായി ഒരുക്കുമെന്ന് പറയുവാനായിട്ട് കേട്ടു. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആശയം, ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ചിലത് പഠിക്കുവാനായിട്ടുണ്ട്. നോക്കുക, അവിടെ പ്രിയദർശിനി എന്ന് പറയുന്ന ബസ്സിൽ, എല്ലാ ബസ്സിലും നമുക്ക് സ്ത്രീകൾക്ക് കയറുവാനായിട്ട് കഴിയില്ല. എല്ലാ ബസ്സിൽ കയറാൻ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഈ പറയുന്ന ബസ്സിൽ കയറുമ്പോൾ സ്ത്രീകൾക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? അവർക്ക് സൗജന്യമായി യാത്ര ചെയ്യുവാനായിട്ട് പറഞ്ഞു വരുന്നത്